ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു BGMIൻ്റെ വീഡിയോ ഇടുകയാണ്. അതിൻ്റെ BGMI ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം. നമ്മളിപ്പോൾ തന്നെ നേരെ ഇറാങ്കിളിലേക്ക് പോവുകയാണ്. ഞാൻ ഇന്നേരമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ലൈവ് ഇടണമെങ്കിൽ നിങ്ങളെന്തായാലും നമുക്കൊരു 50 സബ്സ്ക്രൈബ് ഒന്ന് ആക്കി തരണം, എന്നാലേക്ക് ലൈവ് ഇടാൻ പറ്റൂ. അപ്പം മറ്റേ ആണ് നിൽക്കുന്നവർക്ക് എത്തിയിട്ടുണ്ട്. നല്ല ലാഗും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ക്ഷമിക്കുക. ഇത് സെറ്റിങ്സിൻ്റെ കുഴപ്പമാണ്. അപ്പം നേരെ പോകുന്നതുവരെ ഇങ്ങനെ കറങ്ങി നിൽക്കണം. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരു പ്ലെയിൻ ഉണ്ട്. നമ്മളിപ്പോൾ പ്ലെയിനിലാണ്. ഇതിൻ്റെ അകത്ത് ഉള്ള പ്ലെയേഴ്സാണ്. ഇതിൻ്റെ അകത്തുള്ള ഒരു പ്ലെയറാണിത്. ഒരുത്താണ് അവിടെ എടുക്കുന്നത്. നമ്മളതവിടെ ചാരിക്കുന്നു. കത്തി ഹൈദ്രു ഏതാ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നോക്ക്. ഞാനൊരു ഹൈദ്രു എന്ന് വെറുതെ പറഞ്ഞാൽ എനിക്ക് അറിയാൻ കംഫർട്ടായി തോന്നിയില്ല. നിങ്ങളതിൽ നമുക്ക് ഒരു പേര് മാറ്റണം. എന്തായാലും നല്ല പേരല്ലേ. ആദ്യം നമ്മൾ TMM പേര് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സ്പൈഡർമാൻ വേർഷൻ ഇറങ്ങി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ആനിമി വേർഷനാണ് കളിക്കുന്നത്. സ്പൈഡർമാൻ ഉണ്ട്. അത് കളിക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് കളിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഫുള്ള് കുറേ മറന്നു വയ്ക്കും, സത്യം പറയാം. അപ്പം ഇത് പറയാനല്ല, നിങ്ങൾ എന്തായാലും സബ് ചെയ്യണം. എനിക്ക് എന്തായാലും ഒരു 50 എന്തായാലും നമ്മളെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയില്ല. ഒരു 1K ഫോളോവേഴ്സ്, 1000 ഫോളോവേഴ്സ് എന്തായാലും നിങ്ങൾ അടുപ്പിച്ച് തരണം. പിന്നെ ഫോളോവേഴ്സ് അല്ല സബ്സ്ക്രൈബേഴ്സ് കിട്ടും. എന്നിട്ട് എന്താ വെച്ചാൽ നമുക്ക് വീഡിയോസിന് വ്യൂസ് ഇടുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ബോറടി തോന്നുന്നുണ്ടാവും. അതങ്ങനെയാണ്. ഞാൻ അത്ര കളിക്കുന്ന പ്ലെയർ അല്ല. എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഒന്ന് കുറച്ച് നേരം ഒന്ന് വീഡിയോ സ്കിപ്പ് അടിക്കാണ്ടൊന്ന് കുറച്ച് നേരം കാണുക. പിന്നെ നമുക്കൊരു റീച്ചുണ്ടായി തരിക. ഞങ്ങൾ ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് 1K ആവണം. അപ്പോൾ നിങ്ങൾ കളിയിലേക്ക് നോക്കുക. നമ്മൾ കളി കാണാം. അവിടെ ഗണ്ണിട്ട് കുറച്ച് മെഡിക്കറ്റും ബാഗൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇനി അവിടെ ഗൺസ് ഉണ്ടെങ്കിൽ ഗൺസ് ഒന്ന് എടുക്കാം. CD ഗണ്ണ് കിട്ടിക്കുന്നു. പിന്നെ ഞാൻ CD ഗണ്ണ് എന്നാണ് പറയല്. നിങ്ങളെന്താ പറയുക താഴെ കമൻറ്റ് ചെയ്യാണ്ട്. സ്പൈഡർമാൻ വേർഷന് ഇനി അറിയൂല. അത് ഞാൻ കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടി വരും. നൈസിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നുന്നു എനിമി ആയിരുന്നു അടിക്കുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എടുത്ത് കഴിഞ്ഞ് കുറച്ചും കൂടി മാറിയപ്പോൾ തന്നെ ഇവിടുന്ന് ഫ്രീ റിവൈവ് ആട്ടും. ഡയറക്റ്റ് ഫ്രീ റിവൈവ് കിട്ടും. പിന്നെ നേരെ അങ്ങോട്ട് കിട്ടുമല്ലോ. സെറ്റിങ്സ് ഒന്ന് റെഡിയാക്കണം. എന്തോ ഒരു ലാഗ് പോലെ ഉണ്ടായിരുന്നു, ഒന്ന് റെഡിയാക്കിയതുണ്ട്. സെറ്റിങ്സൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ വീട്ടിലേക്ക്. സെറ്റിങ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലെയിനിലാണ് പോകുന്നത്. ആ പ്ലെയിനെടുത്ത് ചാടിയിട്ടുണ്ട്. നമ്മുടെ ഈ പാലത്തിൻ്റെ അടുത്ത് ഇറങ്ങുന്നത് അത്ര സേഫ് അല്ല. പിന്നെ കൂടെ കുറച്ച് അങ്ങോട്ട് മാറിയാണ് ഈ ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കണ്ടില്ല. അങ്ങോട്ടേക്ക് ഇറങ്ങുന്നതാണ് നമുക്കൊരു സേഫ്. എന്താ വെച്ചാൽ പാലത്തിന് എപ്പോഴും ആ പാലം കടക്കാൻ ഒരു മാർഗ്ഗമുള്ളൂ. ഇവിടുന്ന് ഒന്നെങ്കിൽ കവറെടുക്കാൻ കഴിയില്ല. പാലം പോലെ ശരിയല്ല. എന്താ വെച്ചാൽ നമ്മൾക്ക് ഡേഞ്ചർ അതാ. പാലത്തിൻ്റെ അടുത്ത് എന്തായാലും നല്ല എനിമീസ് ക്യാമ്പ് ചെയ്യുന്നവരുണ്ടാവും. ഒരേ നണ്ടി വാങ്ങണ്ടല്ലോ വിചാരിച്ചിട്ട് നല്ല സൈഡ് മാറി ഇങ്ങോട്ട് ഇറങ്ങി. ഇതാണ് ബെസ്റ്റ് പ്ലേസ് എന്ന് പറയാൻ പറ്റൂല. എനിമി ഇപ്പം എല്ലായിടത്തും ഉണ്ടാവും.
ഇതിൽ കൂടി തന്നെ ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെ. എനിമീസ് ഉണ്ടായിരുന്നു, അതിങ്ങനെ ഗൺ സൗണ്ട് കേൾക്കുന്നുണ്ടാവൂല അറിയില്ല. വോയിസ് റെക്കോർഡ് ചെയ്യാണ്. വോയിസ് വേണോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ വിചാരിച്ചു. ഞാൻ ഈടൊക്കെ കയ്യിലെടുത്ത് വെച്ചെന്തിനു വെച്ചാൽ പെട്ടെന്ന് എനിമി എന്നാൽ നമുക്ക് അപ്പുറത്തെ ബിൽഡിങ്ങിൽ കണ്ടു വിചാരിക്കും. അവിടുന്ന് പോലെ നേരിട്ടിട്ട് ഹുക്ക് ചെയ്യാം, നമുക്ക് ഹുക്ക് ചെയ്ത് കൊല്ലാൻ നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. ഒരു ടീമിനെ വൈപ്പ് ചെയ്യാൻ അതൊക്കെ ഉണ്ടോ, ഒരു ടീമിനെ വൈപ്പ് ചെയ്യാനുള്ളൊരിത് ഞാനായില്ല. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊരു ഫൂട്ട് ഇട്ടിട്ടുണ്ട്. ഫൂട്ട് വെച്ചാൽ എനിമിയോ കാറോ ആണ്, എന്തായാലും അറിയാം കാറാണെന്ന് തോന്നുന്നു. കാറിൻ്റെ ഇതന്നെ ഞാൻ ഈ ആനിമീസാണ് യൂസ് ചെയ്ത് വെച്ചാൽ ഇതിൽ ആനിമീസിനെ പറ്റി അധികം അറിയാത്തൊരു പ്ലെയറാണ്. ഒരു ഇതാണെനിക്ക്. അതുകൊണ്ട് ഞാൻ ഓരോന്ന് ചെക്ക് പുതിയ ഇതൊക്കെ വന്നാൽ ഞാൻ ചെക്ക് ചെയ്യും ആദ്യം തന്നെ. അപ്പോൾ സ്പൈഡർമാൻ വെർഷൻ നിങ്ങൾ പറയുന്നേക്ക്. അതുകൊണ്ട് സ്പൈഡർമാൻ വെർഷനിൽ ഞാൻ ചെയ്തത് വെച്ചാൽ ഞാൻ കളിച്ചിട്ടുണ്ട്, രാവിലെ കളിച്ച്. ആ ടൈമിന് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടോട്ടെ ഈ വീഡിയോ ഇടുക. എന്തായാലും സ്പൈഡർമാൻ വെർഷനിൽ അതിൻ്റെ അകത്ത് ഡ്രസ്സിൽ നമുക്ക് ഇങ്ങനെ ഒരു ബിൽഡിങ് കയറാൻ പറ്റും ചാടിയിട്ട്. ഈ സ്പൈഡർമാൻ്റെ കൈയുണ്ട്, കൈന്നുള്ള ഗ്ലൗസ്, അതാണ് നമുക്ക് വല ഇടാൻ പറ്റുന്ന സാധനം. അത് കിട്ടിയാലേ വല ഇട്ട് നമുക്ക് ഇങ്ങനെ പോകാം. ആ വല കിട്ടിയാൽ പോകുന്ന സീനാണ്. നമുക്കിങ്ങനെ നല്ല രീതിയിൽ പറന്നിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു സൈക്കിൾ ഇട്ടിട്ട് നമ്മളത് എടുക്കുകയാണ്. അപ്പോൾ ഗെയിം തിരിച്ചിടാം. സൈക്കിൾ എടുത്ത് വേഗം പോവുക. എന്താ വെച്ചാൽ എനിമീസ് അധികം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, എനിമീസ് വരാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ ഒരു എനിമീൻ്റെ ഫൂട്ട് എന്തോ കിട്ടിയതാണ്. സ്ക്വാഡായി, നമ്മൾ ഒറ്റക്കല്ല, സിംഗിൾ പ്ലെയർ ആയിട്ടല്ല കളിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോകുന്ന സമയത്ത് ഒരു വണ്ടി ഉണ്ട്, നമുക്ക് എടുക്കട്ടോ. എടുക്കാണ്ട് പോകാൻ എന്തായാലും എടുക്കില്ല. അല്ലാണ്ട് ഓണ വഹിക്കാണ് ഞാൻ എനിമിനെ കാണും, ഞാൻ അവിടുന്ന് തന്നെ നോക്കടിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോട്ടാണോ ചോദിച്ചാൽ ബോട്ടാണ് എന്ന് പറയാം. നമുക്ക് ബോട്ടല്ല ചോദിച്ചാൽ ബോട്ടല്ല എന്നും പറയാം. നിങ്ങൾ ഇഷ്ടത്തിന് അടിക്കുക, നമുക്ക് ബോട്ടായിട്ട് കണക്കൂട്ടാം. എനിക്ക് ബോട്ടായിട്ട് തോന്നിയില്ല, എനിക്ക് അങ്ങനെ അടിക്കാൻ പറ്റി. പക്ഷെ ജസ്റ്റിനാണ് എനിക്ക് നല്ല അടി കിട്ടിയില്ലെങ്കിൽ. പക്ഷെ ബോട്ടെന്തോ ആണ്, ബോട്ടോ ടീമാണ്. അപ്പോൾ തന്നെ അടിച്ച് നോക്കാക്കി. അപ്പോഴായപ്പോൾ വണ്ടി എടുത്ത് വേഗം പോയി. അധികം നിൽക്കണ്ട, എന്നാലും ഗൺ ഫയർ ചെയ്തല്ലേ എനിമി ഉണ്ടാവും വിചാരിച്ച് വേഗം പോവാണ് നമ്മൾ. ഇതുപോലത്തെ ഒരു വണ്ടിയാണത്. പക്ഷെ നമ്മൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കഥ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിംസിനെ പറഞ്ഞാൽ നമ്മൾ കളിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ കാർ പാർക്കിംഗ് സീരീസ് അതിൽ പറയും, ഓരോ സീരീസ് കൊണ്ടുവരണം. ഇനിയിപ്പോൾ റോബ്ലോക്സ് ആയാലും എസ്കേപ്പ് ആയാലും പറയും. ഞാൻ ഫ്രീ ഫയർ കളിക്കലുണ്ടായിരുന്നു. ഇപ്പോൾ BGMI തുടങ്ങിയാൽ ഫ്രീ ഫയർ നിർത്തിയതാണ്. എന്നും കൂടി ആവില്ല മെയിൻറ്റെയിൻ ചെയ്യാൻ. ഒന്നിൽ സെൻസ് ചെയ്യിക്കില്ല, ഒന്നിൽ പറ്റുക, മറ്റേതിന് സെൻസ് ചെയ്യിക്കില്ല, ഇതിൽ പറ്റുക. ഇപ്പോൾ ഗെയിമൊക്കെ ചോദിച്ചാൽ ഞാൻ വെറുതെ ഒന്ന് ഡ്രിഫ്റ്റ് അടിച്ചത്. എനിക്ക് നമ്മളെ സ്കോർപ്പിയോൻ അറിയും, ജിനാന് സ്കോർപ്പിയോ, ഓനെ പഠിപ്പിച്ചു തന്നതാണ് നമ്മളങ്ങനെ ഡ്രിഫ്റ്റ് അടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മളിപ്പോൾ ചെയ്ത്. പക്ഷേ എനിക്ക് ശരിയായില്ല. ഓനറിയാം എങ്ങനെ ഡ്രിഫ്റ്റ് അടിപ്പിക്കേണ്ടത്. അവിടെ ബഗ്ഗി എടുക്കുന്നുണ്ട്. ബഗ്ഗി ഞാൻ പറയുന്നത് തെറ്റുണ്ടാവും കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് പബ്ജിത്തും ഫ്രീ ഫയർത്തെ ഒന്നും ഗൺസിൻ്റെ പേരൊന്നും മര്യാദയ്ക്ക് പറയാറില്ല. എനിക്ക് കുറച്ചും കൂടി മേത്തിൽ കൂടി പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്ലെയിൻ എടുക്കട്ടോ. ഇതെടുത്ത് പറക്കുമ്പോൾ മേത്തിൽ നടിയിട്ടാണെന്നാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കിട്ടിയില്ല. എവിടുന്ന് ഡയറക്റ്റ് പൊന്തിക്കാൻ സിമ്പിൾ, പക്ഷേ ഇതൊരു നിരപ്പായ സ്ഥലത്ത് നമുക്ക് പൊന്തിക്കലല്ല. പിന്നെ അടുത്ത മരം തട്ടി ഇവിടുത്തെ പാലം പുതിയാക്കിന്ന് കേട്ടിക്ക്. നല്ല രസമുണ്ട് പാലം കാണാൻ കേട്ടോ. അതിലെങ്ങനെയാണോ പോവാൻ പോകേണ്ടി. ഹോസ്റ്റലിക്ക് സ്കൂള് അന്നൊക്കെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഫുള്ള്
എനിക്ക് സത്യം പറഞ്ഞാൽ പ്ലെയിനൊന്നും ഓട്ടാൻ അറിയില്ല. നല്ല ഇതിലേക്കാട്ടോ ഓട്ടണം. ഇങ്ങനെയുണ്ട്. എല്ലാവരും ഒന്ന് സബ് ചെയ്യണം കേട്ടോ. ഇത്രയും കഷ്ടപ്പാടുണ്ട് എൻ്റെ വെഹിക്കിൽ. ഒന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഈ ഒരു കില്ലല്ലാണ്ട് വേറെ കില്ലൊന്നും എടുക്കില്ല. അങ്ങനെ പറയാം നമുക്ക്. അപ്പം നിങ്ങൾ കളിയൊന്ന് കാണി. ഞാൻ ബാക്കി ഈ വർത്തമാനം പറയുന്നില്ല, ഞങ്ങൾ ഡിലേ ആക്കുന്നില്ല. നിങ്ങൾ കളിയൊക്കെ ഒന്ന് കാണി. ഞാൻ ആ വർത്തമാനം പറയാൻ വരാം. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ് നേരെ. അത്രയും നേരം ഡിലേ ആക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് വോയിസ് റെക്കോർഡ് ആടെ കൊടുക്കാൻ. ഫുള്ള് ലൈവ് ആണെങ്കിൽ സബില്ല. 50 സബ് ആദ്യം ആക്കി തരിക. എന്നിട്ട് നിങ്ങൾ 100K കൊണ്ടുപോകണം. എന്തായാലും നിങ്ങൾ 100K അടുപ്പിച്ച് തരണം. നിങ്ങളെ കൊണ്ടേ ആവും. നമ്മളെ കൊണ്ട് ആവാത്തതിനെ കൊണ്ടല്ലേ നിങ്ങളെ കൊണ്ടാകും പറയുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. നമ്മൾ ആട്ട് പോവുക. റിയൽ ഫ്രണ്ട്സ് അല്ല, ഇതിൻ്റെ അകത്തുള്ള ഫ്രണ്ട്സാണ്. നമ്മൾ ആട്ട് പോവാണ്. ഡയറക്റ്റ് അവിടെ പോയി നോക്കുകയാണ്. ഫ്യൂവലില്ല വണ്ടിയിലധികം. ഫ്യൂവൽ എപ്പോഴാണ് തീരാന്നൊന്നും പറയാൻ പറ്റില്ല. ഫ്യൂവൽ തീരാനെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങനെ പോരുന്ന സമയത്ത് അവിടെ റൂഫിൽ എനിമി ഉണ്ടെങ്കിൽ ഇടിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പണി ആടെ നടക്കൂല കേട്ടോ. അയ്യോ, കൺട്രോളിട്ടില്ല. ഓക്കെ ഏതാ വൈകി. പെട്രോൾ കഴിഞ്ഞിട്ടോ. പെട്രോൾ കഴിഞ്ഞതാ. അതാ പൊങ്ങാതെ പെട്രോൾ കഴിഞ്ഞിരിക്കും. എഞ്ചി കറങ്ങില്ല, പെട്രോൾ കഴിഞ്ഞിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് വണ്ടിയായിട്ട് വേഗം വരുന്നുണ്ട്. ഒരു വീസു അടിപൊളി വീസു. ഏതാ ഞാൻ വണ്ടി കയറുന്നപ്പോൾ വണ്ടി എടുക്കാൻ പോയി. അടിക്കുന്നു വേമ്പോട് ഷൂട്ട് വരുന്നു. ചവിട്ട് എന്തായാലും ആയിട്ട് വൈപ്പ് ചെയ്യാൻ എടുക്കൂല എൻ്റെ സ്കോപ്പിൽ. വെട്ടിച്ച് മാറ്റാണ് ഞാനത്. ഞാൻ ചെയ്യാൻ പറ്റും. നല്ല ഇത് കിട്ടുന്നുണ്ട്, നമുക്ക് അടി കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടില്ല, മറ്റാണ് കൂടുതൽ കിട്ടുന്നത് തോന്നുന്നു. കത്തിയില്ല. ഏതാ ഭാഗ്യം. അതാ അടിപൊളി ജമ്പ് എടുക്കാൻ നോക്കാം. അയ്യോ, വണ്ടി കുരുങ്ങിയല്ലോ. കുരുങ്ങിനെങ്കിൽ പേടിയായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ ആക്സിലേറ്ററൊക്കെ കൊടുത്ത് അങ്ങ് നെക്കി പിടിക്കണം. അപ്പോൾ ഏതാ വൈബ്. നിങ്ങളിങ്ങനത്തെ കണ്ടൻസൊക്കെ വരുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മതി. എനിക്ക് അത്ര പറയാനുള്ളൂ. ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം സബ്സ്ക്രൈബും മസ്റ്റ്. നമുക്ക് അതല്ലേ 1K അടുപ്പിക്കൂലേ നിങ്ങൾ. നമ്മളെ 1K ഒന്ന് എത്തിക്കുമല്ലോ അല്ലേ. അപ്പോൾ നേരെ പോവാണ്. നമ്മളെ ഫ്രണ്ട് നോക്കാണ്ടോനെ പൊക്കി കൊടുക്കണം. അങ്ങനെ പൊക്കാൻ പോകുമ്പോഴേക്കും എനിമിൻ്റെ അടി വരിക. ഒരു ടീമേ ചത്തു. ടീം മാത്രമല്ല, ഞാനേക്ക് ഫസ്റ്റ്. ഞാൻ ബോട്ടാണ്, സത്യം പറയാറ്. കളിക്കാൻ അറിയാത്തൊരു ബോട്ട്. അവനെ പൊക്കി കൊടുത്ത് വണ്ടി എടുത്ത് വരുമ്പോഴേറ്റവും അടി കിട്ടുന്നത്. വോയിസ് റെക്കോർഡാണ് ചെയ്യുന്നത് ഗൈസ്. നിങ്ങൾക്ക് വോയിസ് റെക്കോർഡ് പറ്റില്ലെങ്കിൽ പറയാം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിരിക്കുക. അപ്പോൾ നല്ല മഴയൊക്കെ തന്നെ അല്ലേ. സ്കൂളിൽ പരീക്ഷ ഉള്ളപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നില്ല. എന്തായാലും ജൂലൈ 3-നോ 1-നോ എന്തോ പരീക്ഷ ആണ് എല്ലാവർക്കും. എല്ലാവരും നല്ല പഠിക്കണം കേട്ടോ. റീകോൾ ചെയ്യാണ് നമ്മളെ പ്ലെയർ ചത്തുണ്ട്. ഫസ്റ്റ് മറ്റേ ബേക്ക് അടിച്ചു പോയിട്ടാ. ഞാൻ വേഗം പോവുക. അപ്പോഴേക്കും നോക്കും വണ്ടി അവിടെ കാണില്ല. എന്തെങ്കിലും
ലൂട്ടടിക്കാൻ വേണ്ടി കയറിയേനും. ലൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ UMPൻ്റെ ബുള്ളറ്റ് കിട്ടിട്ടോ. അവിടെയൊക്കെ നമ്മളെ ഫ്രണ്ടാട്ടോ വണ്ടി എടുത്ത് പോയേ. തോന്നുന്നു അല്ലേ? ഫ്രണ്ടല്ലല്ലോ. ഫ്രണ്ടല്ല. അവിടെ ചില്ലൊക്കെ ഉണ്ടല്ലേ ഇപ്പോൾ ഒരു ഫ്രണ്ടല്ല എടുത്തോണ്ടായി. നമ്മളാ വണ്ടി തെറിച്ച് പോയതാ മേക്കോട്ടിട്ടോ. ഞാൻ ആ മതിൽ മേലെ ഇടിച്ചപ്പോൾ തന്നെ ഞാൻ ചാടിയില്ലേ, അതാണ് തോന്നി. എനിക്കറിയില്ല. ഒന്നും കൂടി സെറ്റിങ്സ് എന്തോ ഒരു കുഴപ്പം, എനിക്കെന്തോ ലാഗ് പോലെ ഉണ്ട്. ഞാനിങ്ങനെ റെഡിയാക്കി നോക്കിയാണ്. പണ്ടാണ് നമുക്ക് നല്ല മനസ്സിലാവുന്നത്. ഇത് പുതിയതുപോലെ ആക്കിയപ്പോഴേ മനസ്സിലാവാണ്ട് നീ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് സെറ്റാക്കണം. നല്ലൊരു ഫോണൊക്കെ എടുക്കണം. അയക്കുന്നു നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നമുക്ക് നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാം കേട്ടോ. എല്ലാവരും ഒന്ന് മുഴുവായിരുന്നു വീഡിയോ കാണണം കേട്ടോ. ഇത്ര ഇതിൻ്റെ വീട്ടിൽ കഷ്ടപ്പാടുണ്ട്. അത് നമ്മളെ വണ്ടി ഉണ്ടോ തെറിച്ചാ പോയി. അതാ ഞാൻ നോക്കുന്നത്. ഇവിടെ നിൽക്കുന്ന വണ്ടി താഴെ തെറിച്ച് വയ്ക്കുന്നത്. എല്ലാവരും ഒന്ന് സെറ്റാക്കി പവറാക്കുന്നത്. തെറിപ്പിച്ച വരുന്നു. എനിക്ക് ആ ഡ്രൈവിംഗ് സീറ്റ് തരും നമ്മൾ. എന്താ വെച്ചാൽ ഞാനാണ് വണ്ടി ഓട്ടല് കൂടുതൽ. എനിക്ക് വണ്ടി ഇഷ്ടമാണ് ഓട്ടാൻ. എനിമീനോടൊന്നും അധികം എനിക്ക് അടി കിട്ടില്ല. ഞാൻ കുറച്ചായിട്ട് പോകുമ്പോഴാണ് എനിക്ക് എനിമീന് ഇത് വരുന്നത്. എനിമീൻ്റെ ഇത് ഭീഷണി എന്നൊക്കെ പറയാം. നേരെ പോവാണ്. ആ ടൈമിന് എന്തോ ഒന്ന് കണ്ട് ഞാൻ അങ്ങോട്ട് ലെഫ്റ്റൊക്കെ കയറ്റിയാന്നുണ്ട്. എനിമീസിൻ്റെ അടി ഞാൻ ആടുന്ന് ഡ്രിഫ്റ്റ് അടിച്ച് അങ്ങ് കയറ്റിയ അങ്ങോട്ട് കയറ്റിയതാ. സത്യം പറഞ്ഞാൽ മാറിപ്പോയി ഡ്രിഫ്റ്റ് അടിച്ചത്. അവിടെ എനിമി വരുന്നുണ്ട്. കാട്ടുപോയ അടി ഉറപ്പാ. ഞാൻ എന്താക്കി ഇങ്ങോട്ടാ കയറ്റി. അവിടെ എത്തിയപ്പോണ്ട് വണ്ടി ഇടിച്ചതാ എന്തോ എനിക്കറിയൂല. സത്യം പറഞ്ഞാൽ നേരെ എത്തിച്ചിട്ട് അത് അവിടെ നിന്നായിരുന്നു എനിമീൻ്റെ ഇതാണ്. ഈ ടൈമിന് ആളൊരു കല്ല് കണ്ടിട്ട് നമ്മളെക്കാൻ തലയിട്ട് പുറത്ത് നോക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അങ്ങ് നിർത്തിയെന്ന് തോന്നുന്നു. ഇല്ലല്ല നിർത്തുകയൊന്നും ചെയ്തില്ല. ആ ടൈമിന് ഇവിടുന്ന് എന്തോ വണ്ടി എന്തോന്ന് കണ്ടപ്പോൾ അതിൻ്റെ ബൈക്ക് പോകാൻ നിന്നപ്പോൾ നല്ല സ്പീഡിലാണ് വണ്ടി ഓട്ടുക. ഞാൻ ഡയറക്റ്റ് വന്ന് വണ്ടിയുടെ അങ്ങ് നിർത്തി. നമ്മുടെ ടീമേറ്റിൻ്റെ അടുത്ത് എനിമിയുണ്ട്. രക്ഷപ്പെടുത്തണത്. ഞാൻ ചാടി ഇറങ്ങിയത് എനിക്ക് ഓർമ്മല്ലോ. എൻ്റെ മോനെ കിടുകിടാന്ന് നിർത്തിയ വണ്ടിയുടെ കുടുങ്ങി. കൂടി എനിമി പോയാണ്ടില്ലേ അടിച്ചു. ഞാൻ നല്ല അടിച്ചു കൊടുത്തു. അവൻ്റെ നെറൂട്ടാനെ പറ്റിയ ഓട്ടറുള്ള പോലെയുള്ളു. ലെഫ്റ്റ് കൂടി വരുമ്പോഴേക്ക് എന്താക്കാൻ കഴിയുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. റീകോൾ കഴിയുകയും ചെയ്തു. ആ ടൈമായപ്പോൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കളിയാണ്. ഇനി നിങ്ങൾക്ക് അടിപൊളി കളിയാണ് കേട്ടോ. ചെക്കന്മാരെ കളി അടിപൊളി കളിയാണ്. ഞാൻ മൂവിൻ്റെ കളി നിങ്ങൾ കാണിച്ചില്ല. ഇവനെ ഫസ്റ്റ് നോക്കുക. ഇവന് അത്യാവശ്യം കളിക്കാൻ കഴിയാത്തൊരു പ്ലെയറാണ്. നമ്മളൊക്കെ ഇവൻ്റെ കളിയാണ് കളിക്കുന്നതിനെ പറയാം. അവിടെ ഒരു അടിപൊളി അടി അടിച്ച് വേഗം മെഡ് ഹീൽ ചെയ്ത് മറ്റോ അങ്ങോട്ട് വരുന്ന് മെഡ് വേഗം ഹീൽ ചെയ്യാണ്ട് കളിക്കാനാവില്ല. എനിക്ക് ഹീൽ ചെയ്താൽ മതി. അതിന് വലിയ ആളായിട്ട് കളിച്ചതാ. അവൻ അടിച്ചു വെച്ചാൽ അവനവനെ പൊക്കി കൊടുക്കുന്ന ടൈമിനായി. അടിപൊളി കളിയാനോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.